വർഷങ്ങൾക്ക് ശേഷം ഒരു ഒത്തുചേരൽ. സ്കൂൾ മുറ്റത്ത് കളിച്ചിരിയുമായി അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതൊരു കരുതലിന്റെ സ്നേഹം പങ്കിടൽ കൂടിയായിരുന്നു. കൊല്ലം പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലായിരുന്നു ഈ സ്നേഹ കൂട്ടായ്മ. വർഷം 2000. അന്നിവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 25 വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ക്ലാസ് മുറിയിലെ കുരുത്തക്കേടുകളാണ് ആദ്യം ഓർത്തെടുത്തത്. പിണക്കങ്ങളും ഇണക്കങ്ങളും പരിഭവങ്ങളും അവർ പങ്കുവച്ചു. ക്ലാസ്മേറ്റ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു ഈ കൂടിച്ചേരൽ. ഞങ്ങളെക്കാളും മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ പേർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെല്ലാവരും അത് മികവുറ്റ രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നീട് മഠത്തിൽ പോയി അമ്മയുടെ അനുവാദം വാങ്ങി. അമ്മ ഞങ്ങൾക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മഠത്തിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നു. എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ പ്രിൻസിപ്പളായാലും മറ്റേ സ്വാമി ആയാലും സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സ്വാമി ആയാലും കൃഷ്ണപ്രസാദ് സ്വാമി ആയാലും അവരൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. എല്ലാവരുടെയും കൂടെ കഠിനമായൊരു സഹകരണത്തോടു കൂടിയാണ്, നല്ലൊരു സഹകരണം ഉണ്ടായതുകൊണ്ടാണ് 25 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഒരു സ്വപ്നതുല്യമായ പദ്ധതിയാണ് ഈ പദ്ധതി നമുക്കിവിടെ ഇന്ന് നടത്താൻ കഴിഞ്ഞത്. കൂടെ പഠിച്ചിരുന്ന കാഴ്ചപരിമിതിയുള്ള സൗമ്യയ്ക്ക് ഈ കൂട്ടുകാർ അന്നും ഇന്നും ഒരു കൈത്താങ്ങാണ്. ഇനി എന്നും ഒരു കരുതൽ ഈ സ്നേഹക്കൂട്ടായ്മ ഒരുക്കുമെന്ന് അവർ ഈ കൂടിച്ചേരലിൽ ഉറപ്പുവരുത്തി. ചടങ്ങിൽ കൂട്ടുകാരുടെ സ്നേഹനിധി സൗമ്യയ്ക്ക് പാരിപ്പള്ളി അമൃത സ്കൂൾ ഇൻചാർജ് സുനിൽ സ്വാമി കൈമാറി. എനിക്ക് ഇവരെല്ലാം കാര്യം കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവർ ചെയ്യുന്ന സഹായം അതിലും വലിയ സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അതിലൊക്കെ ഞാൻ വളരെ സന്തോഷവതിയാണ്. വഴികാട്ടികളായ അധ്യാപകരെയും ഇവർ മറന്നില്ല. സ്നേഹശാസനകളിലൂടെ മാർഗദീപം പകർന്നവരെ സ്നേഹ പൊന്നാടകൾ കൊണ്ട് ആദരിച്ചു. പാരിപ്പള്ളി അമൃത സ്കൂളിൻ്റെയും കൊല്ലം അമൃതാനന്ദമയി മഠത്തിൻ്റെയും പൂർണ്ണ പിന്തുണയോടെയായിരുന്നു അമൃതം ഗമയ എന്ന് പേരിട്ട ഈ സ്നേഹക്കൂട്ടായ്മ ഒരുക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം.